ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു ഹൂഡീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഒരു ത്രില്ലർ മോഡലുള്ള ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സ്ലോ പേസ്ഡ് സിനിമ നമുക്കറിയാം, നമുക്ക് എപ്പോഴും ഒരു സിനിമ വളരെ ഫാസ്റ്റായിട്ട് ത്രില്ലിംഗ് ആയിട്ട് കാണാമെന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു സിനിമ സ്ലോ പേസ്ഡിൽ ആണെങ്കിലും നമുക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റും. ഒരു സസ്പെൻസ് ഉണ്ട്. ഏറ്റവും അവസാനത്തിലേക്ക് നമുക്ക് കാണുന്ന സമയത്ത് ഹാവു എന്ന് തോന്നുന്ന രീതിയിൽ നല്ലൊരു സിനിമ കണ്ടു എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ദ അനാട്ടമി ഓഫ് എ ഫാൾ എന്ന ഒരു സിനിമ. സാൻഡ്ര എന്ന ഒരു എഴുത്തുകാരി, അവർ ഭർത്താവിൻ്റെ കൂടെ മകനും ഉണ്ട്. മകന് കണ്ടു കാണില്ല. ഡാനിയൽ എന്നാണ് മകൻ്റെ പേര്. മകന് ഒരു കൂടെ തന്നെ ഒരു ഡോഗും കൂടെ മകൻ്റെ കൂടെ ഉണ്ട്, ഒരു ഗൈഡ് ഡോഗായിട്ട്. അങ്ങനെ നമ്മുടെ സാൻഡ്രയെ ഒരു ചാനലിലെ ഒരു അവതാരിക ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വരികയാണ്. അങ്ങനെ ഇൻ്റർവ്യൂവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാൻഡ്രയുടെയും ഇവരുടെ എല്ലാവരും താമസിക്കുന്ന വീട്ടിലാണ്. ഒരു മഞ്ഞ് പൊതച്ച് നിൽക്കുന്ന ഒരു മലനിരകളുടെയൊക്കെ ഇടയിലാണ് അവരുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു വീടുള്ളത്. അപ്പോൾ ഒരുപാട് മഞ്ഞുകാലമാണ്, ഒരുപാട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹാളിൽ ഇരുന്നിട്ടാണ് ഇൻ്റർവ്യൂവർ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവളുടെ ഹസ്ബൻഡ്, സാൻഡ്രയുടെ ഹസ്ബൻഡ് മുകളിൽ തട്ടുംപുറത്ത് ഒരുപാട് ഭയങ്കര സൗണ്ടിൽ പാട്ട് വയ്ക്കുന്നത്, ഒരു ഇംഗ്ലീഷ് പാട്ട് വയ്ക്കുന്നു. അതിനൊപ്പം തന്നെ അയാൾ എന്തോ ജോലി ചെയ്യുന്നുണ്ട്. ഇതിന് ഏറ്റവും മുകളിൽ ഒരു റൂം ഉണ്ടാക്കാനുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ പാട്ട് ഭയങ്കര സൗണ്ടിലായതുകൊണ്ട് ഇൻ്റർവ്യൂവർക്ക് ഭയങ്കര അരോചകമായിട്ട്, അതായത് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നില്ല, അത് റെക്കോർഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സാൻഡ്രയോട് അവർ സോറി, നമുക്ക് പിന്നീട് ഒരിക്കൽ ഈ ഇൻ്റർവ്യൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയാണ്. ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഡാനിയൽ മകനും ഗൈഡ് ഡോഗും കൂടെ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഈ സമയത്ത് വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സ്ഥലത്താണ്. മുറ്റത്ത് ഡാനിയലിൻ്റെ ഫാദർ മരിച്ചു കിടക്കുന്നു. സ്വാഭാവികമായിട്ട് ബാൽക്കണിയിൽ നിന്ന് ഏറ്റവും മുകളിലത്തെ ആ നിലയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ വീണ് മരിച്ചു പോയി എന്നുള്ള ലെവലിലാണ് ആ ഒരു ബോഡി കിടക്കുന്നത്. അതായത് പെട്ടെന്ന് കാണുന്ന സമയത്ത് ഒരാൾ മുകളിൽ നിന്ന് വീണ് മരിച്ചു, ബ്ലഡൊക്കെ ആ മഞ്ഞിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവന് കണ്ണ് കാണില്ലല്ലോ. അപ്പോൾ ഇവനെ പെട്ടെന്ന് തന്നെ അമ്മയെ വിളിക്കുന്നു. അമ്മ അകത്തു നിന്ന് ഉറങ്ങുകയായിരുന്നു. സാൻഡ്ര അകത്തു നിന്നും പുറത്തേക്ക് വന്നു, പോലീസിനെ വിളിക്കുന്നു, കേസാവുന്നു. അങ്ങനെ കേസ് സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഇയാൾക്ക് പറ്റിയെന്ന് അറിയണമല്ലോ. അങ്ങനെ ഓരോ പരിശോധന ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബാൽക്കണിയിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുന്നതും ഒരാൾ തെറിച്ച് താഴേക്ക് വീഴുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഒരാളെ തല്ലി ആ ഒരു ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ മാത്രമേ കുറച്ച് അകലെ ദൂരെയായിട്ട് അദ്ദേഹം വീണ് കിടക്കുകയുള്ളൂ. അത് മാത്രമല്ല, അവിടെ ഒരു വിറകുമുര ഉണ്ടായിരുന്നു. ആ വിറകുമുരേൻ്റെ മേലെ തല ഇടിച്ചിട്ടാണ് ഇയാൾ താഴെ വീണത്. അപ്പോൾ ഇത് ഒക്കെ കൂടെ നോക്കുന്ന സമയത്താണ് ആ സമയത്തെ നമ്മുടെ ഡാനിയലിൻ്റെയും ആ സമയത്ത് വന്ന ഇൻ്റർവ്യൂവറിലെ അവരുടെയൊക്കെ മൊഴി പ്രകാരം സാൻഡ്രയ്ക്ക് ഭർത്താവിനോട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കുടുംബപരമായിട്ടുള്ള ഒരുപാട് കലഹങ്ങളൊക്കെ അതിന് മുമ്പത്തെ ഒരുപാട് ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സാൻഡ്രയ്ക്ക് നേരെയായി. സാൻഡ്രയാണ് കുറ്റവാളി. സാൻഡ്ര ഭർത്താവിനോടുള്ള അരിശം മൂത്ത് ഭർത്താവിനെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് തലയ്ക്കടിച്ചിട്ട് കൊലപ്പെടുത്തി എന്ന ലെവലിൽ വരികയാണ്. സാൻഡ്ര കുറ്റക്കാരിയാവുന്നു. പിന്നെ കോടതിയിലെത്തുന്ന സമയത്ത് അവർ വാദിക്കുകയാണ്, ഞാനല്ല ചെയ്തത്, ഞാൻ ആ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സാൻഡ്ര വാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കണ്ണു കാണാത്ത ആ മകൻ്റെ മൊഴികളും എടുക്കുന്നു. അങ്ങനെ എന്താണ് ശരിക്കും ആ ഒരു ഹസ്ബൻഡിന് സംഭവിച്ചത്, ആ ഒരു മരിച്ചുപോയ ആ വ്യക്തിക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യങ്ങളിലേക്ക് പ്രേക്ഷകനും കൂടെ എന്താ പറയുക, ആ ഒരു ആകാംക്ഷയുടെ മുൾമുനയിലൊക്കെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നല്ലൊരു സിനിമ, ഒരു വെൽ സ്ക്രിപ്റ്റഡാണ് ഈ സിനിമ മൊത്തമായിട്ടും. അതുമാത്രമല്ല, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കേ ഇല്ല, ഒരു BGM ഇല്ല, ഒരു വെറുപ്പിക്കുന്ന ഒരു നാച്ചുറൽ സൗണ്ട് മാത്രം, ഒരു വെറുപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു സൗണ്ട് പോലും ഇല്ല. ഒരു കോർട്ട് റൂം എങ്ങനെയാണോ അതേപോലെ തന്നെ, ഒരു വീടിൻ്റെ അകത്ത് അവർ അമ്മയും മകനും സംസാരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ, ഒരു ലൈറ്റ് മ്യൂസിക്കായിട്ട് യാതൊരു സാധനവും, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കാതെ ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. എന്താണ് അയാൾക്ക് സംഭവിച്ചത്, ശരിക്കും സാൻഡ്ര തന്നെയാണോ കുറ്റക്കാരി, ആരാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി ആയിട്ടുള്ളത്, എന്തിനായിരിക്കാം അദ്ദേഹം മരിച്ചുപോയത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് പ്രേക്ഷകനും കൂടെ മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഒരു അടിപൊളി സിനിമയാണ്, ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വാങ്ങേണ്ടവർക്ക് വാങ്ങാട്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ
ലിങ്ക് കൊടുക്കാം.